السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الواحد القهار الصمد الحمد لله الصلاة والسلام على النبي المختار وآله الأبرار وأصحابه الأطهار الأطهار. حسبنا الله حسبنا الله حسبنا الله ونعم الوكيل ونعم الله ونعم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا بالله عليه توكلت يا سيدي مددي صلي مددي നമുക്ക് കുറച്ച് സ്വലാത്ത് ചെയ്തിട്ട് നമുക്ക് ഇന്ന് തുടങ്ങണം. റാഹത്താവും. ഈ എല്ലാവരും എഴുതിയിട്ടോ ഇന്ന് സ്വലാത്ത് ചെയ്തിട്ട് നമുക്ക് ഇരിക്കാം. ഒരു അതോടുകൂടി ഒരു മജ്‌ലിസിന്റെ തുടക്കമല്ലേ. സ്വലാത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു വലിയ വിജയമന്ത്രമാണല്ലോ. എല്ലാത്തിന്റെയും പിന്നിൽ രഹസ്യം സ്വലാത്താണ്. അപ്പോ നമ്മൾ വളരെ അച്ചടക്കത്തോടെ എന്ത് നമുക്ക് നീത്തിയാലോ. ഇപ്പോ ഈ സ്വലാത്ത് ഇൽമിന്റെ വേദിയാണ്. ഒരു കസേരയുടെ ചുറ്റും 10 മലക്കുണ്ടാവും. നമുക്ക് കണ്ടാൽ ചെറുതാണ്, നമുക്കതിന്റെ ഗൗരവം ചിലപ്പോൾ അറിയില്ല. പക്ഷെ ഇതൊരു വലിയ അത്ഭുത ലോകമാണ് ഇൽമിന്റെ മജ്‌ലിസ് എന്ന് പറയുന്നത്. അപ്പൊ ആ മജ്‌ലിസിൽ വെച്ച് സ്വലാത്ത് ചൊല്ലിയിട്ട് ഇങ്ങനെ തുടങ്ങുക, സ്വലാത്ത് ചൊല്ലിയിട്ട് അവസാനിപ്പിക്കുക, അതിനു വേണ്ടിയിട്ട് അങ്ങനെ കരഞ്ഞ് ദുആ ചെയ്യുക, അതൊക്കെ വലിയ നേട്ടമാണ്. അപ്പൊ നമുക്ക് കുറച്ച് സ്വലാത്ത് ചൊല്ലിയിട്ട് ഇതുവരെ മദീനത്ത് പോകാൻ കഴിയാത്തവർക്ക് അങ്ങനെ പോകാനും, മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ കഴിയാത്തവർക്ക് അങ്ങനെ കാണാനും, അതിനൊക്കെ ഒരു അവസരത്തിന് വേണ്ടി അള്ളാഹുവിനൊക്കെ നമുക്കിങ്ങനെ ചിന്തിക്കാൻ മരിക്കുന്ന സമയം ഹബീബിനെ കാണാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലുമൊക്കെ പൊരുത്തക്കേട് അവിടുത്തെ ജീവിതത്തോട് നമുക്ക് സംഭവിച്ചു കൂട്ടുണ്ടെങ്കിൽ അതൊക്കെ മാപ്പ് ചോദിക്കാനൊക്കെ പറ്റിയ ഒരു വലിയ അവസരമാണ് ഇൽമിന്റെ മജ്‌ലിസ്. അതുകൊണ്ട് സ്വലാത്തിൽ നിങ്ങൾ ഒട്ടും പിശക് വരുത്തരുത്.
സദസ്സിൽ സ്വലാത്തു നീ ചൊല്ലണമെങ്കിലും പൊറുക്കപ്പെടുന്നതിൽ വന്നു പോയെന്തെങ്കിലും. സ്വലാത്തൊരു മജ്‌ലിസ് ചെയ്യാൻ തന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് സംഭവിച്ച എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അല്ലാഹു തആല മാപ്പാക്കി തരാം. സ്വലാത്ത് കൂടുതൽ ആര് ചൊല്ലുന്നുണ്ടോ അവൻ മുത്തുനബിയോട് ഖുർബാനെന്നുണ്ട്. ഏറ്റവും കൂടുതൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അടുത്തിരിക്കുന്നവരവരാണ്. നിങ്ങൾ കാണുന്ന ജനവും ഈ പ്രോഗ്രാമും ഒക്കെ ഇനി പള്ളിക്ക് വരാൻ പോകുന്ന പുരോഗതിയും എല്ലാം ഇവിടെ നമ്മൾ തുടങ്ങി വെച്ച സ്വലാത്തിന്റെ മാസാന്തം നടക്കുന്ന സ്വലാത്തിന്റെ പവറാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹി അലൈക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ചൊല്ലാൻ ഉഷാറായി. കരുണക്കടലായ അല്ലാഹ് നീ എത്ര ഇഷ്ടപ്പെടുന്ന ആളുകൾ ഈ മജ്‌ലിസിലുണ്ടല്ലോ, അവരുടെ നാവ് കൊണ്ട് വലിയ സലാത്തിന്റെ വർക്കത്തുകൊണ്ട് പാവപ്പെട്ട് ഞങ്ങളെ കൂടി നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഒരു മജ്‌ലിസിന് വേണ്ടി ഓടി നടന്ന് കഷ്ടപ്പെട്ട് കസേര ഇറക്കി സൗകര്യങ്ങൾ ഒരുക്കി പ്രളയം നടത്തി എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനെല്ലാം നീ വലിയ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. ഈ ലോകത്തുനിന്ന് ഇവിടെ പറയുമ്പോ നിങ്ങളെ പുണ്യാള ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൺകുളിർക്കെ കണ്ട് ആസ്വദിച്ച് ആനന്ദിച്ച് ആഹ്ലാദിച്ച് മരണപ്പെടാനുള്ള പുണ്യം ഈ ബൈത്തിന്റെയും ഈ സ്വലാത്തിന്റെയും മജ്‌ലിസിന്റെയും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സ്വലാത്തുകൾക്കിടയ്ക്ക് ബർക്കത്തുണ്ട് എനിക്ക് നൽകണേ റബ്ബേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹ്. തറാഹത്തെ ആലോചിച്ചൊക്കെ എത്ര സ്വലാത്ത് ഭയങ്കര സംഭവമാണ്. നമ്മള് അതെല്ലാം ചൊല്ലി ഇങ്ങനെ വരുമ്പോ തന്നെ ഒരുപാട് സുഖമുണ്ടാവും. എല്ലാവരും മാറി നിൽക്കുന്നവരൊക്കെ കയറി നിങ്ങളെ ഞാൻ പറഞ്ഞു ഒന്നും പ്രത്യേകിച്ചാലും മാറി നിൽക്കുന്നില്ല. സാധാരണ സദസ്സിൽ പറയുന്നൊരു ശൈലിയിൽ പറഞ്ഞത് ഏറ്റവും സ്നേഹ ബഹുമാനങ്ങളെ ഇവിടെ നിർവഹിച്ചു തന്നാൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് കാലമായി 19 വർഷമായിട്ടൊന്നും തോന്നുന്നു ഇവിടെ ആത്മീയമായ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി മഹലിന്റെ പ്രത്യേക മുദരിസുമായ പ്രിയപ്പെട്ട അബ്ദുൽ സലീം അൻവരി സഹോദരൻ സ്വാഗത ഭാഷണം നിർവഹിച്ച ഒരു ഭംഗിയുള്ള സ്വാഗത പ്രഭാഷണമായിരുന്നു. സാധാരണ സ്വാഗത പ്രഭാഷണം നമ്മൾ നിരന്തരം കേൾക്കുന്നുണ്ടല്ലോ, കുറെ പ്രശ്നങ്ങളുണ്ട് അതിലൊക്കെ. പക്ഷെ വളരെ വൃത്തിയായിട്ട് സ്വാഗത പ്രഭാഷണം നിർവഹിച്ച ഇതിന്റെ സ്വാഗത സംഘ കൺവീനർ ഹാഫിൽ കൂടിയായ ബഹുമാനപ്പെട്ട അബ്ദുൽ ഗഫൂർ ഉദവി സഹോദരൻ, നമ്മുടെ മഹൽ പ്രസിഡന്റ് ഇന്നത്തെ അധ്യക്ഷൻ കൂടിയാണ് കാണിക്കാട്ട് ഹാജി അവർ, അതുപോലെ മറ്റ് സംഘാടക സമിതിയിലെ സെക്രട്ടറി, പ്രസിഡന്റ്, ട്രഷറർ, അങ്ങനെ സ്വാഗത സംഘത്തിന്റെ പ്രവർത്തകരെ, കൺവീനർ, ചെയർമാൻ, ഒരുപാട് ചെറുപ്പക്കാർ, വോളണ്ടിയർമാർ,
எனவே പ്രത്യേകിച്ച് പേര് പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ സമയപരിധിയും ഒക്കെ മനസ്സിലാക്കി പ്രത്യേകിച്ച് എല്ലാവരെയും പരാമർശിച്ചതായി കണക്കാക്കണം. സദസ്സിൽ ജോലി ചെയ്യാൻ അറിയിച്ച പാലക്കാട് സയ്യിദ് മുനവ്വർ ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ ഈ സദസ്സിൽ ചേർന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മജ്ലിസുകളുടെ കൂട്ടത്തിൽ അല്ലാഹു ചേർക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയുള്ള നമ്മുടെ ജീവിതം അല്ലാഹു സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കട്ടെ. പ്രത്യേകിച്ച് പരിശുദ്ധ റജബ് മാസം ഖബറാളികൾ പ്രാർത്ഥന പ്രതീക്ഷിക്കുന്ന ഒന്നാമത്തെ വെള്ളിയാഴ്ചയാണ് മറ്റന്നാൾ. അപ്പൊ നമ്മുടെ ഈ ദുആയൊക്കെ കൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ഉമ്മ, ഉപ്പ, സഹോദരങ്ങൾ, മക്കൾ ഒക്കെ മരണപ്പെട്ടുപോയുടെ ഖബറിൽ അല്ലാഹു എല്ലാം വിളിച്ച